ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ശൂർ മരുഭൂമിയിലെ ഹാഗാറിന്റെ അനുഭവത്തിലൂടെ എപ്രകാരം ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി രൂപഭാവം വരുത്തി അല്ലെങ്കിൽ അഴിച്ചു പണിഞ്ഞ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നാം കാണുകയുണ്ടായി. അപ്രകാരം കീഴടങ്ങുന്ന ജീവിതങ്ങളിൽ വലിയ ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന ഇന്നത്തെ വചനധ്യാനത്തിലൂടെ വീണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹോവയ്ക്ക് വ്യത്യസ്തമായ നാമങ്ങൾ ഉള്ളതിൽ യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് എൽ റോയി, എന്നെ കാണുന്നവൻ. എന്നെ കാണുന്നവൻ ഈ പേര് ശൂർ മരുഭൂമിയിൽ വെച്ച് ഹാഗാർ യഹോവയ്ക്ക് നൽകിയ പേരാണെന്നറിയുമ്പോൾ എത്ര മാത്രം രൂപാന്തരമാണ് ശൂറിന്റെ വിജനതയിൽ ഹാഗാറിനുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യജമാനത്തിയുടെ ആ ഒരു ഭാവവും ഒന്നും തനിക്കിനി വേണ്ട, അതിൻ്റെ അടിമത്തം തനിക്ക് വേണ്ട, ദാസ്യപദം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയ അവൾ വ്യക്തമായി പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു, എൻ്റെ സങ്കടം കേൾക്കുന്നവനെ ഞാൻ ഈ മരുഭൂമിയിൽ കണ്ടു. ഇതിനാധാരമായിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 16:13 എന്നാറെ അവൾ, ഉൽപ്പത്തി 16:13, എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് യഹോവയ്ക്ക് ഒരു പുതിയ പേർ അവൾ വിളിക്കുകയാണ്. അവൾ അവിടെ പറയുന്നു ബേർ ലഹരി റോയി. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് എൽ റോയ്. എൽ റോയ് എന്ന പദത്തിന്റെ അർത്ഥം എന്നെ കാണുന്നവൻ, എന്നെ അറിയുന്നവൻ, എൻ്റെ സങ്കടം കേൾക്കുന്നവൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴുമുള്ള പരാതികളാണ്, നമ്മളെ ആരും കാണുന്നില്ല, നമ്മുടെ അവസ്ഥ ആരും അറിയുന്നില്ല, നമ്മെ നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ ഉള്ളതുപോലെ അറിയുന്ന അവസ്ഥ, അനുസരണക്കേടറിയുന്ന അവസ്ഥ, അവന്റെ എല്ലാ സങ്കടങ്ങളും ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിനെയാണ് നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നതെന്ന് ഹാഗാറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശൂർ മരുഭൂമിയിൽ 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൂതൻ അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഈ രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരം വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. പക്ഷേ ഹാഗാറിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അല്പം പോലും വ്യക്തമല്ല എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് അവളെ അത്തരത്തിലൊന്ന് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൂതൻ, നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? അവൾക്ക് വ്യക്തമായി അറിയാം താൻ വരുന്നത് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നാണ്. താൻ എങ്ങോട്ട് പോകുന്നു എന്നതിന് ഉത്തരമില്ല. മരുഭൂമിയുടെ വിജനതയിലേക്ക് ലക്ഷ്യമില്ലാതെ ഓടുന്നവളാണ്. അവിടെ ദൂതൻ എതിരേറ്റ് പറയുന്ന മറ്റൊരു വാഗ്ദത്ത വചനമാണ് ഉൽപ്പത്തി പുസ്തകം 16:11. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണം, നീ പ്രസവിക്കുന്ന കുഞ്ഞിന് ഇശ്മായേൽ എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രസവത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനിടേണ്ട പേര് ഹാഗാറിനോട് മരുഭൂമിയിൽ വെച്ച് പറയുകയാണ്. കാരണം യഹോവ നിന്റെ സങ്കടം കേൾക്കുന്നു. എത്ര അതിശയകരമായ ഒരു ആത്മീയ സത്യമാണ്. മരുഭൂമിയുടെ ഇരുളിൽ ഒറ്റപ്പെട്ടു പോയി ഒരു ഭവനം വേണ്ട എന്ന് പറഞ്ഞ് അനുസരണക്കേട് കാണിച്ചിട്ട് ഓടി വന്നവളായിട്ട് പോലും ആ അനുസരണക്കേടിന്റെ മധ്യത്തിലും അവളുടെ സങ്കടം കേൾക്കാൻ ഈ ദൈവത്തിനല്ലാതെ ഏത് ദൈവത്തിന് കഴിയും? നാം അനുസരണക്കേട് കാണിക്കുമ്പോഴും, നാം നന്ദികേട് കാണിക്കുമ്പോഴും, നാം പിറുപിറുക്കുമ്പോഴും, നാം ദൈവസന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റി കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ പുറകെ വന്ന് സ്വീകരിക്കുന്ന, സങ്കടം കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൂതൻ 16:11 അവളോട് പറയുന്നു, നിന്റെ മകന്റെ പേര് ഇശ്മായേൽ എന്നായിരിക്കണം. അതിന്റെ അർത്ഥം യഹോവ നിന്റെ സങ്കടം കേൾക്കുന്നു. അത് ഹാഗാറിന് തൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ ആത്മീയ ദർശനമായിരുന്നു. തൻ്റെ യജമാനനായിരിക്കുന്ന അബ്രഹാമിന്റെ ഭവനത്തിൽ ദൈവമുണ്ട് എന്നവൾക്കറിയാം. അബ്രഹാമിന്റെ ആരാധനയും അബ്രഹാമിന്റെ പ്രാർത്ഥനയും ഒക്കെ അവൾ നിരന്തരം കേട്ടിട്ടുള്ളത് കൊണ്ട് ആ ഭവനത്തിൽ ദൈവമുണ്ട് എന്നവൾക്കറിയാം. എന്നാൽ ഇന്ന് ഈ ശൂർ മരുഭൂമിയിൽ അവൾ തിരിച്ചറിയുന്ന മറ്റൊരു സത്യമാണ് തൻ്റെ യജമാനന്റെ ദൈവം ദാസിയുടെയും ദൈവമാണെന്ന്.
യജമാനന് വേണ്ടി മാത്രം കരുതുന്ന ദൈവമല്ല, ദാസിയെ കരുതുവാനായി ശൂറിന്റെ അനുഭവങ്ങളിൽ, ഇരുണ്ട ശൂർ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ഏകാന്തതയിൽ ഇറങ്ങി വരുന്ന ദൈവദൂതനെ കണ്ടത് അവളുടെ ജീവിതത്തിലെ ഒരു വലിയ ആത്മീയ ദർശനത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് 16-13 അത്ഭുതപ്പെട്ടുകൊണ്ട് അവൾ ചോദിക്കുന്നു, എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? എന്നെ അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് ദൈവം കണ്ടിരുന്നു എന്നുള്ളത് അവൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവൾ കുതിരം തുറന്നൊരു കുഞ്ഞിനെ അബ്രഹാമിന് വേണ്ടി കൊടുത്തത്. എന്നാൽ ആ ദൈവം താൻ ധാർഷ്ട്യം കാണിച്ച്, അനുസരണക്കേട് കാണിച്ച്, ദൈവസാന്നിധ്യം വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓടി അലയുന്ന മരുഭൂമിയിലും തന്നെ കാണുന്നു എന്നുള്ളത് ഒരു പുതിയ തിരിച്ചറിവായിരുന്നു. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവോ എന്ന അർത്ഥത്തിൽ അവൾ യഹോവയ്ക്ക് എൽ റോയ് എന്ന് പേര് വിളിച്ചു. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ബേർ ലഹരി റോയി എന്നവൾ യഹോവയെ വിളിച്ചു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഇത്തരത്തിൽ യഹോവയ്ക്ക് പേര് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? നമുക്ക് അബ്രഹാമിന്റെ ദൈവത്തെയും ഇസഹാക്കിന്റെ ദൈവത്തെയും യാക്കോബിന്റെ ദൈവത്തെയും യഹോവ നിസി, യഹോവ റാഫ, യഹോവ എൽ ഷദായ് ഒക്കെ നമുക്കറിയാം. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നാം അനുഭവിച്ച ദൈവകൃപയുടെ തണലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് പുതിയ പേരുകൾ നമ്മുടെ വ്യക്തിപരമായി ഇട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുവാനായി പുതിയ പുതിയ പേരുകൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇടുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഒരു ദാസിയായിരിക്കുന്ന ഹാഗാറിന് പോലും തൻ്റെ ജീവിതത്തിന്റെ കയ്പിന്റെ അനുഭവത്തിൽ ഇനി അവിടുത്തെ ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് ഓടിയ അവസരത്തിൽ അവിടെ കാത്തുനിന്ന് അനുസരണത്തിലൂടെയും കീഴടങ്ങലിലൂടെയും പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പുതിയൊരു ദർശനം കൊടുത്തുകൊണ്ട് പറയുന്നു, യഹോവ നിന്റെ സങ്കടം കേൾക്കുന്നു. മരുഭൂമിയിലും സങ്കടം കേൾക്കുന്ന ഒരു യഹോവയുണ്ടെന്ന് മനസ്സിലാക്കിയ ഹാഗാറിന് അതൊരു പുത്തൻ അനുഭവമായിരുന്നു. ഈ ശൂർ മരുഭൂമിയിലും തന്നെ തേടിയെത്തുന്ന ഒരു ദൂതനുണ്ട് എന്ന് കേട്ട അവൾക്ക് തൻ്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനുമില്ല. ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വഴങ്ങിക്കൊടുക്കുക, കീഴടങ്ങി കൊടുക്കുക അല്ലാതെ അവളുടെ മുമ്പിൽ മറ്റൊരു പോംവഴിയില്ല. കാരണം താൻ എവിടെ പോയാലും തന്നെ പിന്തുടരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ശൂർ മരുഭൂമിയിൽ അവൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നാം പ്രാർത്ഥന വേണ്ട എന്നും ദൈവസാന്നിധ്യം വേണ്ട എന്നൊക്കെ തൽക്കാലത്തേക്ക് പറഞ്ഞുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മരുഭൂ സമാനമായ കൂടുകൾ തീർത്തുകൊണ്ട് ഒറ്റയ്ക്ക് കുറുകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെയും ഇറങ്ങി വരുന്നൊരു ദൂതനുണ്ട്. അവിടെയും നമ്മുടെ സങ്കടം കേൾക്കുന്നൊരു ദൂതനുണ്ട്. അവിടെയും നമ്മുടെ സങ്കടം ഒപ്പിയെടുക്കുവാൻ വരുന്നൊരു ദൈവകരമുണ്ട്. ആ കരത്തിന് ദാസിയായിരിക്കുന്ന, ഗർഭിണിയായിരിക്കുന്ന, ഇരുളിൽ തപ്പിത്തടയുന്ന ഹാഗാർ കൊടുത്ത പേരാണ് എൽ റോയി, എന്നെ കാണുന്നവൻ. നമ്മെ കാണുന്ന ദൈവം നമ്മെ ഉള്ളതുപോലെ കാണുന്നു. നമ്മെ കാണുമ്പോൾ നമ്മുടെ അനുസരണക്കേട് കാണുന്നു, നമ്മുടെ കുറവുകൾ കാണുന്നു, നമ്മുടെ സാധ്യതകൾ കാണുന്നു, നമ്മുടെ ബലഹീനതകൾ കാണുന്നു. ഒന്നും അവന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വെപ്പാനില്ലാത്തത് കൊണ്ട് ഹാഗാറിനെ പോലെ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കാരണം അവൻ എൽ റോയിയാണ്, അവൻ എന്നെ കാണുന്നവനാണ്, അവൻ എൻ്റെ സങ്കടം കാണുന്നവനാണ്. എൻ്റെ തലമുറയെക്കുറിച്ച് അവന് വാഗ്ദത്തങ്ങളുണ്ട്, എൻ്റെ തലമുറയെക്കുറിച്ചും അവന് സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ മഹാശക്തിയുള്ള എൽ റോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ സങ്കടങ്ങളെ കാണുന്നവന്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പകരാം. ഈ വചനം നമുക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ശക്തിയും സമാധാനവുമായി തീരട്ടെ.